നല്ല ഒബ്സർവേഷൻ സ്കില്ലുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ടത് ബിഗ് ബോസിൻ്റെ ഭാഗത്തു നിന്നാണ്, അല്ലാണ്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നല്ല. കൃത്യമായിട്ടുള്ള കണ്ടന്റ് കിട്ടണമെങ്കിൽ ആര്യൻ അവിടെ നിൽക്കണം. ഞാനത് കൃത്യമായിട്ടൊരു ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് പറഞ്ഞായിരുന്നു. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഹൗസിൽ അവിടെ ചർച്ച നടന്നിരിക്കും. ആര്യൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ മോഹൻലാലിനെതിരെ ഫൈറ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഫൈറ്റ് ചെയ്യുമ്പോൾ ഇവനുമായിട്ട് നേരിട്ടൊരു മിംഗ്ലിങ് മോഹൻലാലിന് വേണ്ട, പറ്റില്ല. അതുകൊണ്ട് മോഹൻലാൽ വ്യാഴാഴ്ച അങ്ങോട്ട് വന്ന് അല്ലെങ്കിൽ വെള്ളിയാഴ്ച അങ്ങോട്ട് വന്ന് പരിപാടി അങ്ങ് നടത്തി ഇവനെ അങ്ങ് പുറത്തു വിടുക. അതാണ് ആ ഹൗസിലുള്ള മുഴുവൻ ആൾക്കാർ നടന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, നടക്കത്തില്ല. കാരണം ഇത് ഇമോഷണൽ ഗെയിമാണ്, മാക്സിമം യൂസ് ചെയ്യുക. ജാസ്മിൻ ജാഫർ കഴിഞ്ഞ വർഷം കണ്ടില്ലേ, അവൾ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരുന്നുണ്ട്. അവളെ കൊണ്ടിട്ടല്ലേ കണ്ടന്റ് ഉണ്ടാക്കിയത്. ഇപ്രാവശ്യം അതിന് പറ്റിയ ആളിനെ അവർ നോക്കുവാണ്. അനുമോള്, രേണുസുതി നടക്കത്തില്ല, അവൾ പണിയാണ്. അവളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായി. ആര്യൻ പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് കൃത്യമായിട്ട് പണി ചെയ്യിക്കും. അതാണ് ബിഗ് ബോസ്, അതാണ് കണ്ടന്റ് എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിങ്ങൾക്ക് ആർക്കും ഇല്ലേ? CBSE പാൽക്കുപ്പി വാങ്ങണേ, ഈ റേഞ്ചിൽ തന്നെ അത് തന്നെയാണ് ബിഗ് ബോസ് ഉദ്ദേശിക്കുന്നത്. ബിഗ് ബോസിന് വേണ്ട എന്താണ്? കച്ചവടമാണ്. പൈസ കിട്ടണം, കച്ചവടം, നല്ല കച്ചവടം നടക്കണം. നല്ല രീതിയിൽ പണി അറിയാവുന്ന ആൾക്കാരെ കൊണ്ട് പണിയെടുപ്പിക്കണം. പറഞ്ഞ ബിഗ് ബോസിൻ്റെ പൈസ പോയത്, ബിഗ് ബോസിന് വൻ നഷ്ടമായി പോയത് രേണുസുതിയാണ്. മാക്സിമം പൈസ ഉണ്ടാക്കാം. കഴിഞ്ഞ വർഷത്തെ ജാസ്മിൻ ജാഫർ, അതിൻ്റെ അങ്ങേ വർഷത്തെ ശോഭ, ഇവരൊക്കെയാണ് ഈ പറഞ്ഞ ബിഗ് ബോസ് പ്രതീക്ഷിച്ചത്. നടക്കത്തില്ല, ഒന്നും നടക്കത്തില്ല. പാവപ്പെട്ട ഒരു പെണ്ണല്ലേ, അവൾ എന്തെങ്കിലും ചെയ്യട്ടെന്നേ, അവൾ ജീവിക്കട്ടെന്നേ. അവൾക്കൊന്നും അറിയത്തില്ല. അവളെ കൊണ്ടിട്ട് കണ്ടന്റ് ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇട്ട്